ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ്, ടിക്കറ്റ് എടുത്തു, അതിന് നറുക്കുണ്ടല്ലോ, അത് ഞാൻ എടുത്തു. അത് എടുക്കാൻ പാടില്ലായിരുന്നു. അത് പറഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കൽ പറഞ്ഞാൽ നമ്മൾ ഒരു ഗസ്റ്റ് ആയിക്കാണ്ടാണ് ഒരു ഇതാക്കിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്താ നിങ്ങൾ തന്നെ അത് എടുക്കണം പറഞ്ഞു. ഫസ്റ്റ് വർക്ക് നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലെവലിലാണ് ഞാൻ എടുത്തത്. പക്ഷെ അതിൽ ഈ മേലെന്ന് എടുത്ത് കഴിഞ്ഞാൽ എന്താക്കാരും പ്രശ്നം ഉണ്ടാക്കുക, അത് സെറ്റപ്പാണ് അറിയാം. അപ്പൊ അടിയിൽ നിന്ന്. നമസ്കാരം. എത്ര കിട്ടിയാലും പഠിക്കാത്ത കുറെ മണ്ടന്മാരും പൊട്ടന്മാരും നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങ് നിന്നു കൊടുക്കും. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി അങ്ങ് കൊടുക്കും. ഈ പറ്റിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവന്മാരുടെ കയ്യിൽ കൊണ്ടുപോയി പൈസ കൊടുക്കും. ഇവന്മാര് ഈ പൈസയുമായിട്ട് മുങ്ങും. അവസാനം പൈസ ഇട്ട ആൾക്കാരോ മുകളിലോട്ട് നോക്കി വലിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥയാണ്. എത്ര കിട്ടിയാലും ഇവന്മാര് പഠിക്കത്തില്ല. എന്തിനാ നിങ്ങൾ അനാവശ്യമായിട്ട് ഈ പൈസയൊക്കെ കൊണ്ടുപോയി ചെലവാക്കുന്നത്? ഇത്രയ്ക്ക് അങ്ങ് പൂത്ത് കിടക്കുവാണോ പൈസ? എനിക്ക് തോന്നുന്നു പാവങ്ങളായിട്ടുള്ള ആൾക്കാരാണ് ഇത്തരം തട്ടിപ്പുകൾക്കൊക്കെ ഇരയാകുന്നത്, മെയിനായിട്ട് ഇരയാകുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന നമ്പർ 1 സ്കാമുകളിൽ ഒരെണ്ണമാണ് ലക്കി ഡ്രോ എന്ന് പറയുന്ന ഒരു പരിപാടി. ഈ ലക്കി ഡ്രോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി പോലെ തന്നെ സെയിം പ്രൊസീജിയർ, മാറ്റമൊന്നുമില്ല. പിന്നെ സമ്മാനമായിട്ട് പൈസ ആയിരിക്കത്തില്ല മെയിനായിട്ട് കൊടുക്കുന്നത്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും, വീട്, വണ്ടികൾ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിരിക്കും ഒന്നാം സമ്മാനമായിട്ടും രണ്ടാം സമ്മാനമായിട്ടും ഒക്കെ കൊടുക്കുന്നത്. ഈ ലോട്ടറി ടിക്കറ്റ് പോലെ നമ്മൾ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്നു, അവസാനം അത് നറുക്കെടുക്കുന്നു. പക്ഷേ ഈ നറുക്കെടുപ്പ് എന്ന് പറയുന്നത് നമ്പർ 1 ഉടായിപ്പായിരിക്കും. പൈസ എടുക്കുന്ന സാധാരണക്കാർക്കൊന്നും തന്നെ സമ്മാനം അടിക്കണമെന്നില്ല. പിന്നെ ജെന്യുവിനായിട്ട് നടത്തുന്ന ഏതെങ്കിലുമൊക്കെ ലക്കി ഡ്രോകളിൽ മാത്രമാണ് അങ്ങനെ കള്ളത്തരമില്ലാത്തത്. ബാക്കി 90% ലക്കി ഡ്രോകളും സ്കാമാണ്. അപ്പോൾ ഈ ലക്കി ഡ്രോ ഒക്കെ നടത്തുന്നത് മെയിനായിട്ട് ഈ പ്രമുഖരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഉടായിപ്പ് ടീംസ്, ഇൻഫ്ലുവൻസേഴ്സ്. എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഉടായിപ്പുകളാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഉടായിപ്പ് നടത്തുന്ന കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, ഈ ഇൻഫ്ലുവൻസേഴ്സ് ആയിരിക്കും മിക്കപ്പോഴും ഈ ലക്കി ഡ്രോയുടെയൊക്കെ മുഖമായിട്ട് നിൽക്കുന്നത്. ഈ ഇൻഫ്ലുവൻസേഴ്സിനെ മുൻനിർത്തിയായിരിക്കും ഈ ലക്കി ഡ്രോ നടത്തുന്നത്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ റീസെന്റ് ഒരു ലക്കി ഡ്രോ നടന്നു. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞായിരുന്നോ? കുഞ്ഞൻ പാണ്ടിക്കാട് എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ, ഒരു യൂട്യൂബർ, അയാളെ മുൻനിർത്തിയാണ് ആ ലക്കി ഡ്രോ നടന്നത്. ഇവനൊക്കെ ഏതാ? ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഇവനെ കുറിച്ചൊക്കെ അറിയുന്നത്. എനിക്ക് ഇവനോടൊന്നും യാതൊരു രീതിയിലുള്ള ബഹുമാനവും ഇല്ല. പ്രായത്തിൽ എന്നെക്കാട്ടിൽ മൂത്തതായിരിക്കും, പക്ഷേ ബഹുമാനം കാണിക്കാൻ പറ്റത്തില്ല. വെരി സോറി. അപ്പോൾ ഈ കുഞ്ഞൻ പാണ്ടിക്കാട് ഇപ്പോൾ ഒരു ലക്കി ഡ്രോ നടത്തി. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കുറച്ചൊന്ന് കാണിച്ചു തരാം. ഇനി നാസർക്ക പറഞ്ഞ ഡേറ്റിന്റെ അവിടേക്ക് കാത്തിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ മുന്നേ പെരുന്നാളാവുമ്പോൾ തന്നെ നമ്മൾ ഈ ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ പെരുന്നാളിന് നമ്മൾ ഇവിടെ വന്നാണ്ട്, നാട്ടിൽ വെച്ച് പെരുന്നാൾ വേണ്ട, ഇവിടെ വന്നാണ്ട് നമ്മൾ നറുക്കെടുക്കും. എന്താ പറയല്ലേ പറഞ്ഞോളൂ. ഈ 3 ടിക്കറ്റിൽ അടിച്ചാൽ ഇത് നാസർ തന്നെ. അതല്ലാതെ അല്ല, ഇതിന്റെ 3 ടിക്കറ്റ് എന്റെ മക്കളെ കൊണ്ട് ഞാൻ കഴിഞ്ഞത് ടിക്കറ്റ് ഞാൻ എടുപ്പിക്കും, ഗ്രൂപ്പിൽ ഞാൻ എടുപ്പിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരെല്ലാവരും മനക്കെട്ടിട്ട് നല്ല സന്തോഷത്തോടെ ഇതെടുത്തിട്ട് നാസർ ചാനൽ രക്ഷപ്പെടുത്തണം. നല്ല നാസർ ചാനൽ ബേജാറ് നമുക്കുണ്ട്. മനസ്സ് വിങ്ങിങ്ങാണ്ടാണ് ഒരു അയൽവാസിയായ ഒരു സുഹൃത്തായ ഒരാൾ പറയുന്നത് കേട്ടോ. അതാണ് നമ്മൾ കാണേണ്ടത്. കടങ്ങി കഴിഞ്ഞാൽ എന്തിനാണ് നമുക്ക് വീടിൻ്റെ ആവശ്യമില്ല. കാരണം അത്രയും കടത്തിലാണ്, നാട്ടുകാരെ മുഖത്തേക്ക് നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ അറിയോ, ഈ വീട്, അതേപോലെ ഒരു വണ്ടി, ജിംനി വണ്ടി, ബൈക്ക്, ഒരു ബുള്ളറ്റ് ഉണ്ട്, അതേപോലെ ഒരു ആക്റ്റീവ് ഉണ്ട്, പിന്നെ കുറച്ച് സാധനങ്ങളും, ഇതൊക്കെ വെറും 1000 ഉറുപ്പ്യക്കാണ് നിങ്ങൾക്ക് തരാൻ പോണത്. ആർക്കാണോ അടിച്ചത്, പുണ്യമാക്കപ്പെട്ട ഈ റമദാൻ മാസത്തിൽ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ 1000 ഉറുപ്പ്യ. ഇനി 2 ആളാണെങ്കിൽ 500 ഇത് എടുത്തു കഴിഞ്ഞാൽ, ഇനി 4 ആളാണെങ്കിൽ 250 വെച്ച് എടുത്തു കഴിഞ്ഞാലും നമ്മളൊരു ടിക്കറ്റ് കൂപ്പൺ എടുക്കുകയാണെങ്കിൽ ആ കൂപ്പണിനെ പിന്നെ നിങ്ങളെ ഫോൺ നമ്പർ കാര്യങ്ങൾ ഇത് നറുക്കെടുക്കുമ്പോൾ കിട്ടുകയാണെങ്കിൽ ഈ വീട് അല്ലെങ്കിൽ ഇവിടുത്തെ വാഹനം കാര്യങ്ങൾ എല്ലാം ഇതാക്കും. അതായത് നാസർക്ക് ഈ വീട് വെക്കാനുള്ള കാരണം, ഇതൊരു മൂപ്പറ് ദുബായിൽ ഒരു 5-6 മാസം മുമ്പ് ബിസിനസ്സിന് പോയി. അപ്പോൾ മൂപ്പറാടുന്ന് കുറച്ചാൾ കൂടി പറ്റിച്ച്, വലിയൊരു അമൗണ്ട പറ്റിച്ചേ. അപ്പം മൂപ്പറ് ഈ വീട് വെക്കാണ്ട കാരണം, ഒരാളുടെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു വിഷമത്തിലുള്ള സമയത്ത് എങ്ങനെയുള്ള വീട് വെക്കാനുള്ള ഒരു മനസ്സ് വരുള്ളൂ. ഇപ്പം നമ്മളെ ഇസ്ലാമിൽ തന്നെ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ, ഭാര്യ, ഒരു വണ്ടി, ഒരു വീട്, അതാണ് ഏറ്റവും ആവശ്യമുള്ളത്. അതിലുള്ള ഒരു വീട് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്ഥിതി ഏടം വരെ എത്തിയിട്ടുണ്ടാവും, പക്ഷേ അങ്ങ് എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ സ്വന്തം വീടും സ്വന്തം വാഹനങ്ങളൊക്കെ. കണ്ടല്ലോ, ആ വീഡിയോയിൽ കാണിച്ചേക്കുന്ന വീടാണ് ഒന്നാം സമ്മാനമായിട്ട് കൊടുക്കുന്നത്. 1000 രൂപയാണ് ടിക്കറ്റിന്. എനിക്കൊന്ന് 1000കണക്കിന് ആൾക്കാർ ആ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എടുത്തവരെല്ലാം പറ്റിക്കപ്പെട്ടു. ലക്കി ഡ്രോ അതിന്റെ നറുക്കെടുപ്പൊക്കെ നടന്നു. സമ്മാനം കിട്ടിയത് ഈ നാസർ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, ആ വീടിന്റെ ഉടമസ്ഥൻ. ആ ഉടമസ്ഥന്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെയാണ് സമ്മാനം കിട്ടിയത്. ഇവർക്ക് അറിയുന്ന ആൾക്കാർക്ക് തന്നെയാണ് സമ്മാനം കിട്ടിയത്. അതാണ് സത്യം. എന്നിട്ട് പറയുന്നത് അങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ ജെനുവിനായിട്ടാ നടത്തിയേ, ഞങ്ങൾ ശരിക്കാ നടത്തിയേ.
എന്ത് ശരിക്ക്? ഇതിനകത്തൊക്കെ കൊണ്ടുപോയി പൈസ ഇട്ടവന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മണ്ടന്മാരാണോ, പൊട്ടന്മാരാണോ? സർക്കാരിന്റെ വക കുറേ ലോട്ടറി ടിക്കറ്റുകൾ നമ്മുടെ നാട്ടിൽ വിൽപ്പന നടത്തുന്നുണ്ട്. നമ്മളെല്ലാവരും ആ ലോട്ടറി ടിക്കറ്റ് എടുക്കാറുമുണ്ട്. അതിന്റെ സമ്മാനം കിട്ടുന്നത് സാധാരണക്കാർക്ക് തന്നെ ആയിരിക്കും. ഇപ്പം ഓണം ബമ്പർ ഭാഗ്യക്കുറി, ആ ഭാഗ്യക്കുറിയുടെ സമ്മാനം കിട്ടുന്നത് ഏതെങ്കിലുമൊക്കെ ഒരു സാധാരണക്കാരനായിരിക്കും. എനിക്കൊന്നു കഴിഞ്ഞ ഓണം ബമ്പർ കിട്ടിയത് ഏതോ ഒരു ഓട്ടോ ഡ്രൈവറിനോ എങ്ങാണ്ടാണ്. വളരെ പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ ആയിരിക്കും ഈ സമ്മാന തുക കിട്ടുന്നത്. അപ്പം നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതിനകത്ത് വലിയ ചതിയോ വഞ്ചനയോ ഒന്നുമില്ല. പിന്നെ ബാക്കി വരുന്ന പൈസ സർക്കാരിലേക്കായിരിക്കും പോകുന്നത്. സർക്കാരിന്റെ ഉടമസ്ഥതയിലാണല്ലോ, സർക്കാരിന്റെ ഓണർഷിപ്പിലാണല്ലോ. അതുകൊണ്ട് തന്നെ ബാക്കി വരുന്ന പൈസയെല്ലാം സർക്കാരിന്റെ ഖജനാവിലേക്ക് പോകും. അതെങ്ങനെയെങ്കിലും ഒക്കെ നമുക്ക് തന്നെ ഉപകാരപ്പെടുമല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്കുണ്ട്. അത് പറ്റീരല്ല. ഓക്കെ, അത് നമുക്ക് ഫുള്ളി വിശ്വസിക്കാൻ പറ്റും. അങ്ങനത്തെ ടിക്കറ്റുകളൊക്കെ പോയി എടുക്കുക. അല്ലാതെ ഇതുപോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സിനെയും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഉടായിപ്പ് ടീമുകളെയൊക്കെ മുൻനിർത്തി നടത്തുന്ന ലക്കി ഡ്രോയിലൊന്നും പോയി തല വെച്ച് കൊടുക്കാതെ ഇരിക്കാം. പോയി വെറുതെ പൈസ കളയാതെ ഇരിക്കുക. നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഇതിനകത്ത് ടിക്കറ്റ് എടുത്ത എല്ലാവരും പറ്റിക്കപ്പെട്ടു. 1000 രൂപ, 1000 രൂപയ്ക്ക് വല്ല ബിരിയാണി വാങ്ങിച്ച് കഴിക്കണമായിരുന്നു. ചുമ്മാ അനാവശ്യം കടം കയറി മുടിഞ്ഞു. അതുകൊണ്ട് ഈ വീട് ലക്കി ഡ്രോയിൽ കൊടുക്കുവാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് വീട് കിട്ടിയത് ആർക്കാണെന്നുള്ളത് ഞാൻ ഇപ്പൊ വേറൊരു വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഇനി വീട് വിൽക്കാനിട്ടിരുന്ന വ്യക്തിയുടെ പേര് നാസർ എന്നാണ്. നാസറക്കയുടെ മകന്റെ കൂട്ടുകാർക്കാണ് വീട് അടിച്ചിട്ടുള്ള സുഹൃത്തുക്കളെ. എപ്പിടി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്ന ലാഭം, ഏത് വഴിക്കിരിക്കുന്ന ലാഭം. അതുപോലെ നാസറക്കയുടെ വീടിന്റെ സമ്മാനം അടിച്ച വ്യക്തി വീട് വിൽക്കാനിട്ടിരിക്കുന്നു എന്നുള്ള ഒരു റൂമറും കേൾക്കുന്നുണ്ട്. സത്യാവസ്ഥ അറിയത്തില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എവിടെ കൂടിയൊക്കെ നോക്കിയാലും എങ്ങനെയൊക്കെ നോക്കിയാലും മൊത്തത്തിൽ ലാഭമാണ് കേട്ടോ. നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പൈസ ഒക്കെ പോക്കറ്റിലാക്കി. ഓക്കെ, നിങ്ങൾ വിചാരിച്ചതിന് ആരും പ്രതികരിക്കൂലെന്ന് പ്രതികരിക്കുക തന്നെ ചെയ്യും. ഈ ഷാഫി അവിടെ അല്ല കുഞ്ഞാനെ, ആരോ പറഞ്ഞു മാനന്തവാടിന്ന്. ഈ ഷാഫി അവിടെ അല്ല. ഈ ഷാഫി സുൽത്താൻ ബത്തേരിന്ന് 10 കിലോമീറ്റർ പോലെ ചെതലേന്ന് പറഞ്ഞ ഒരു മഹലുണ്ട്, അവിടെ ലോന. ഈ നാസറിന്റെ കല്യാണം കഴിച്ചേ ചെതലത്തുനിന്ന്. നാസറിന്റെ മകനാടല്ലേ ചെതലത്ത്. എന്നാ ഈ ഷാഫി നാസറിന്റെ മകന്റെ ആരാ? ചെങ്ങായി. ഈ ഷാഫിക്ക് എന്താ പണി? സ്റ്റോണിന്റെ പണിയാ? കട്ട വിരിക്കുന്ന പണി അല്ല. ഓനെ ഒരു സ്വർണ്ണപ്പുരിയിലെ പണിക്കാരൻ. ഈ സ്റ്റോൺ വിരിക്കുന്ന ആരാ? കട്ടപ്പണിക്കാരനാരാ? നാസറിന്റെ മകന്. കുഞ്ഞാനും ഈ നാസറിന്റെ മകൻ എങ്ങനെ ബന്ധം? ഇവര് ഭയങ്കര ബ്ലോഗർമാരാ. ഈ നാസറിന്റെ മകനും ഒരു ബ്ലോഗറാണ്. ഒരു ത്യാഗം ചെയ്തോനെ ആ പിന്നീട് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും. അപ്പൊ എന്താ വെച്ചാൽ ജനങ്ങളെ കുഞ്ഞാനെ ഇതൊരു സിനിമാതരനായിട്ടൊന്നല്ല എന്ന ആൾക്കാർ അംഗീകരിച്ചേ. ഈ ഞങ്ങൾക്ക് ഒരുപാട് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴും അന്ന് ജനങ്ങൾ കൂടെ നിർത്തി. എന്തിന്? ഇങ്ങനത്തെ ചട്ടത്തരം ചെയ്യാൻ വേണ്ടിയിട്ട്. അതെന്താ കുഞ്ഞാനെ, അനക്കും കിട്ടിയ ഒരു പങ്ക് കിട്ടിയില്ലെന്ന് ഒരിക്കൽ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കൂല. അനക്കും കിട്ടീന്. ഇതേ ഞാൻ ജനിച്ച നാട്ടിലുള്ള ആൾക്കാരാ. അത് സുൽത്താൻ ബത്തേരിന്ന് 10 കിലോമീറ്റർ വരെ ചെതലെത്തെത്തും. അവിടെ പോയിട്ട് നിങ്ങളെ വീഡിയോ കാണിച്ചിട്ട് ചോദിച്ചു നോക്കി ധാരാണ്. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞത് ധാരാണ്. കേട്ടല്ലോ, പൈസ ഇട്ടവർക്കൊക്കെ തൃപ്തിയായല്ലോ. 1000 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തവർക്ക് തൃപ്തിയായല്ലോ. ചിലവന്മാരൊക്കെ 10ഉം 12ഉം ടിക്കറ്റ് വരെയാണ് എടുത്തേക്കുന്നത്. അത്രയും പൈസ. ഇതിനൊക്കെ കാശിന്റെ ഹുങ്കാണോ, അല്ലെങ്കിൽ കാശ് പൂത്ത് കിടക്കുന്നതിന്റെ അഹങ്കാരമാണോ? 1000 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസ കൊണ്ട് വല്ല പാവപ്പെട്ട കുട്ടികൾക്കും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. ഒന്നുമില്ല, നിങ്ങൾക്ക് പുണ്യമെങ്കിലും കിട്ടും. ഇവരൊക്കെ പരസ്യം ചെയ്യുന്നത് ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ടൊക്കെയാണ് പരസ്യം ചെയ്യുന്നത്. അള്ളാഹുവിന്റെ പേര് പറഞ്ഞും റംദാൻ മാസം പുണ്യമാസമായിട്ടുള്ള റംദാനിൽ അന്ന് നമ്മൾ ഒരുപാട് ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാണ് പരസ്യം ചെയ്യുന്നത്. പക്ഷേ ഇവന്മാര് ദൈവത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് കള്ളത്തരമാണ് കാണിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവരമെങ്കിലും നിങ്ങൾ കാണിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറകിൽ നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു ഗ്രൂപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ട്രസ്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിൻ്റെതായിരിക്കണം. ഗവൺമെന്റ് ആണ് നടത്തുന്നത് എങ്കിൽ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അങ്ങനൊരു കാലത്ത് ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത കുറെ എണ്ണം ഇതുപോലുള്ള എന്തെങ്കിലും പരിപാടിയുമായിട്ട് ഇറങ്ങുമ്പോൾ നേരെ കൊണ്ടുപോയി പൈസ ഇടാതെ ഇരിക്കുക. ഈ കുഞ്ഞൻ പാണ്ടിക്കാടെന്ന് പറയുന്നവൻ ഇനിയും ഇതുപോലുള്ള ലക്കി ഡ്രോയുമായിട്ടൊക്കെ വരും. അപ്പൊ ഇത്രയും വിവാദമായതോട് കൂടിയിട്ട് വലിയൊരു എക്സ്പ്ലനേഷനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ആ എക്സ്പ്ലനേഷന്റെ കുറച്ച് നമുക്ക് കേട്ട് നോക്കാം. കേരളം മൊത്തം ഇപ്പം ഞാനാണ് ചർച്ചാ വിഷയം. എല്ലാ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എല്ലാത്തിലും ജനങ്ങളെ പറ്റിച്ചു. ഒരുപാട് പൈസ ഇട്ട് കുഞ്ഞാൻ മുങ്ങി. എന്താണ് പിന്നെ വീഡിയോന്റെ മുന്നിൽ വരാത്തത്? ഓനക്ക് പറയാൻ ന്യായമില്ല, വാക്കില്ല പറഞ്ഞാണ്ട് ഒരുപാട് ആൾക്കാർ വീഡിയോസും ചെയ്തിട്ട് ഇച്ച് പറയാനുള്ളത് ഞങ്ങളോട് പറയണം. ആദ്യം തന്നെ പറയാണ്, കമന്റുകൾ ഇട്ടോളിയും. അത് നിങ്ങൾ ഏത് പോസ്റ്റ് ഇട്ടാലും നിങ്ങൾ ആദ്യം ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ പറയുന്നതിൽ എന്തേലും ഒരു സത്യസന്ധത നിങ്ങൾക്ക് ഇത്തിരി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ
മാത്രം നിങ്ങൾ ഞാൻ സപ്പോർട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പറയില്ല. ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഒരാളെയും ഞാൻ പറ്റിച്ചിട്ടില്ല. ഒരാളെ മുതൽ അർഹതപ്പെടാത്ത മുതൽ ഞാനും മക്കൾ തിന്നിട്ടില്ല. പിന്നെ ഞാൻ ചെയ്തൊരു തെറ്റെന്ന് പറഞ്ഞാൽ അതും അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ആൾക്കാരും പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ടിക്കറ്റ് എടുത്തു, നറുക്കെടുത്തു. അത് മാത്രമേ ഞാൻ ചെയ്തിട്ട്. കാരണം ഞാൻ അത് തന്നെ പറയാണ്, ഞാൻ വീഡിയോ ചെയ്യുന്ന ആളാണ്. എൻ്റെ പേരിൽ പറഞ്ഞാൽ എപ്പോഴും വിവാദങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നതാണ്. എന്നെ കൊണ്ട് പറ്റില്ല. അത് നിങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നാണ്, ഇവിടുത്തെ ഗസ്റ്റാണ്. അപ്പോൾ നിങ്ങളല്ലാതെ ഫസ്റ്റ് പ്രൈസ് വേറെ ആരാ എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ തന്നെ എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ നറുക്കെടുത്തത്. പിന്നെ ഒരുപാട് ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അതേപോലെ കോൾ ചെയ്തിട്ടുണ്ട്. കുഞ്ഞാൻ എൻ്റെ വീഡിയോ കണ്ടാണ്ട് ഞങ്ങളൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതെന്താണ് കാരണം എന്നില്ല, ജന്നെ വെളിപ്പെടുത്തണം, ഫുള്ള് സത്യം പുറത്ത് വരണം. അപ്പം നിങ്ങളിലേറെ ആഗ്രഹം എനിക്കത് പുറത്ത് കൊണ്ടുവരാനാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നാളെ തന്നെ ഞാൻ എന്തായാലും ഞാൻ വയനാട് പോകുന്നുണ്ട്. എൻ്റെ കൂടെ പോരാൻ താല്പര്യമില്ല ഏത് യൂട്യൂബേഴ്സിനും ഇൻ്റെ കൂടെ ഒപ്പം പോരാ. കാരണം ഞാൻ കള്ളത്തരം കാട്ടിയെന്നാണ് നിങ്ങൾ പറഞ്ഞത്, ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഇത് ഞാൻ മാത്രം നല്ല വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളെ കേരളത്തിലെ നമ്പർ 1 യൂട്യൂബറായ നമ്മളെ കേൽബ്രോ ബിജു ചെയ്തിട്ടുണ്ട്. അതേപോലെ പിന്നെ നമ്മളെ ഇവൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു പാട്ടുകാരിയാണ് ഈ കുട്ടി, ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാരാന്ന് എനിക്കറിയില്ല, ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഈ വ്യക്തി ചെയ്തിട്ടുണ്ട് വീഡിയോ ഒക്കെ. അവന്റെ ഒരു എക്സ്പ്ലനേഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ ന്യായവും പറഞ്ഞുകൊണ്ട് വന്നേക്കുക. ഇനി ഇയാളുടെ ഒരു ന്യായം പറച്ചിലും ഞങ്ങൾക്ക് കേൾക്കണ്ട. ഇതിനകത്തൊന്നും നല്ല രീതിയിലുള്ള വരുമാനം പുള്ളിക്ക് കിട്ടിയിട്ടുണ്ടാകും. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ളതിനൊക്കെ ഇവന്മാർ ഇറങ്ങുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതിനകത്തുനിന്ന് നല്ല ബെനിഫിറ്റ് കിട്ടാതെ ഈ കുഞ്ഞൻ പാണ്ടിക്കാടിനെ പോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഇതിനകത്ത് ഇറങ്ങുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ഇൻഫ്ലുവൻസേഴ്സിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്, ഇതുപോലെയുള്ള ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിയൊന്നും ദയവ് ഇത് ചെയ്യാതെ ഇരിക്കുക. യൂട്യൂബിൽ നിന്ന് വീഡിയോ ഇട്ട് നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ വേറെ വല്ല പരിപാടി നോക്കുക. അല്ലാതെ ജനങ്ങളെ പറ്റിച്ചും വഞ്ചിച്ചും തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദഹിക്കുമോ? എനിക്കറിയാൻ വയ്യാച്ചിട്ട് ഞാൻ ചോദിക്കുക. പറ്റിച്ചു തിന്ന് നല്ല സുഖമായി കാണും, അത് ശരീരത്ത് കാണാനും ഉണ്ട്. ഇങ്ങനെ പറ്റിച്ചും വഞ്ചിച്ചും അങ്ങ് തിന്നുവാണ്. നാണമില്ലല്ലോ ഇവനൊന്നും ഒരു ബെനിഫിറ്റും കിട്ടാതെയാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ നമ്മൾ മണ്ടന്മാരൊന്നുമല്ല. ചുമ്മാതാ, മണ്ടന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. എത്ര കിട്ടിയാലും പഠിക്കാത്ത മണ്ടന്മാര് ഇനിയും ഇതുപോലെ കൊണ്ടുപോയി പൈസ ഇടുമെന്നുള്ളത് ഇവർക്കറിയാം. വന്നിരുന്ന് അങ്ങ് എക്സ്പ്ലനേഷൻ തന്നാൽ മതിയല്ലോ. ഞാൻ പാവമാ, ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ സത്യസന്ധനാ, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല, ഒരാളെ സഹായിക്കാൻ പോയതാ എന്നൊക്കെ കുറെ അങ്ങ് ഡയലോഗ് അടിച്ചു കഴിഞ്ഞാലോ അയ്യോ പാവം എന്ന് കരുതുമെന്ന് വിചാരിച്ചോ? നാണമില്ലല്ലോ. ഇയാളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊന്നും തന്നെ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതിന്റെയൊക്കെ കമന്റ് സെക്ഷൻ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ജനങ്ങളെ പറ്റിച്ചിട്ട് ഒരു ന്യായവും പറയേണ്ടത് തന്നെയാണ് ആൾക്കാർ കമന്റ് ഇടുന്നത്. സത്യമല്ലേ? ഇനി എന്ത് ന്യായം പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു കാര്യവുമില്ല. ന്യായമൊക്കെ കൈ വെച്ചിരുന്നാൽ മതി.